Hi friends, welcome back to my channel 1 Million Shades. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ലൂമിസ് മെത്തേഡിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോണേ. അപ്പോൾ ലൂമിസ് മെത്തേഡ് വഴി ഫേസ് വരയ്ക്കാൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു ഫേസ് നോക്കി വരയ്ക്കണേറ്റ് മുമ്പ് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് ലൂമിസ് മെത്തേഡിൽ കടക്കണേറ്റ് മുമ്പ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഓൾറെഡി ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞ വീക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു ആദ്യം അത് കണ്ടിട്ട് വരാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ അത് ആദ്യം കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പല ഡയറക്ഷനിലേക്കുള്ള ഫേസ് എങ്ങനെയാണ് വരയ്ക്കാന്ന് ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഫേസിന്റെ സ്കെൽട്ടൻ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏത് ഡയറക്ഷനുള്ള ഫേസ് വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതായാലും ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതായാലും അങ്ങനെ പല ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഫേസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ലൂമിസ് മെത്തേഡ് വെച്ച് അങ്ങനെയുള്ള ഫേസ് ഒക്കെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളൊരു ഫേസ് നോക്കിയിട്ട് ഒരു റെഫറൻസ് ഫോട്ടോ എടുത്തിട്ട് അത് എങ്ങനെ വരച്ചെടുക്കാമെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു റെഫറൻസ് ഫോട്ടോ എടുത്തിട്ട് അതെങ്ങനെ വരയ്ക്കാൻ നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുമ്പ് ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്തായാലും. അപ്പം നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ ലൂമിസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫേസ് വരയ്ക്കാൻ പഠിക്കണേക്കാൾ മുമ്പ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫേസ് ഓരോ ആംഗിളിലേക്കുള്ള ഫേസിൻ്റെ ഷേപ്പ് എങ്ങനെ വരും എന്നുള്ളത് നമ്മളതിൻ്റെ സ്കെലട്ടൻ വരച്ച് എല്ലാം പഠിക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിനുശേഷം നമ്മൾ ഫേസ് വരയ്ക്കലിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും നിങ്ങളൊരു റഫായിട്ടുള്ളൊരു ബുക്ക് എടുത്താൽ മതി. നമ്മൾ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്നിട്ട് പിന്നെ ഞാനൊരു 3B പെൻസിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രിസ്റ്റോൻ്റെ പെൻസിൽസാണ് യൂസ് ചെയ്യാറുണ്ട് വരയ്ക്കാനായിട്ട്. ഞാനിവിടെ ഇപ്പോൾ നേരെ നോക്കി നിൽക്കുന്ന ഫേസ് അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും എല്ലാം ഒരു സർക്കിൾ വരച്ചിട്ടാണ് തുടങ്ങുക. പിന്നെ അതിന് ഇതുപോലെ 3 പാർട്സായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യണം. പിന്നെ ആ ഉള്ളിൽ 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ അതേ ലെങ്ത്തിൽ താഴത്തേക്ക് ഒരെണ്ണം മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം. അതാണ് ചിന്നിൻ്റെ പോർഷൻ. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കുള്ള ആ ലൈൻ അതാണ് ഹെയർ ലൈൻ. പിന്നെ സെൻറ്ററിൽ നിന്ന് താഴത്തേക്കുള്ള ലൈനും പിന്നെ അവിടെ നിന്ന് ചിന്നിലേക്കുള്ള ലൈനും ആ 3 പോർഷനും ഏകദേശം സെയിം ലെങ്ത് ആയിരിക്കും. അതെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് ആ ഫേസ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ട് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഫേസ് എങ്ങനെ വരയ്ക്കാമെന്നാണ് നോക്കണം. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ സർക്കിൾ ഏത് ഡയറക്ഷനിലേക്കുള്ള ഫേസ് ആണെങ്കിലും ആദ്യം സർക്കിൾ വെച്ച് തുടങ്ങാം. എന്നിട്ട് പിന്നെ ഇതുപോലെ നടുവിലൊരു ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കാം. നമ്മൾ ഈ പോർഷൻ ഇങ്ങനെ വരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ ഹെയർ ലൈനും പിന്നെ ആ നോസിൻ്റെ ഭാഗം പിന്നെ താഴത്തേക്കുള്ള ചിന്നിൻ്റെ ഭാഗം അതെല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ചിന്നിൻ്റെ ഞാൻ മാർക്ക് ചെയ്യാനുണ്ട്. ആ സെൻറ്റർ ലൈനിൽ നിന്ന് പിന്നെ ഒരു ലൈൻ വരച്ചുമല്ലോ, അതിനാണ് നോസിലേക്കുള്ള ലൈൻ. അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ ആ സെയിം ലെങ്ത്തിൽ തന്നെ താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കണം. അതാണ് ചിന്നിൻ്റെ അവിടേക്കുള്ള ലെങ്ത്ത്. സെൻറ്ററിൽ നിന്ന് നോസിലേക്കുള്ള ആ ഒരു ലെങ്ത്ത് തന്നെയായിരിക്കും ആ നോസിൽ നിന്ന് ചിന്നിലേക്കുള്ള ലെങ്ത്ത്. ഇതൊക്കെ എപ്പോഴും വരയ്ക്കുമ്പോൾ മനസ്സിൽ വെക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഒരു ഫേസ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്കുള്ള ഫേസ് ഇങ്ങനെയാണ് വരണമെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വീഡിയോ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് കുറച്ചിട്ട് കണ്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ലൈവ് സെക്ഷൻ വെക്കാം. നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ട്സൊക്കെ ചോദിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. അപ്പോൾ ലൈവ് സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫേസാണ്. അത് പക്ഷേ കുറച്ച് താഴത്തേക്ക് നോക്കി നിൽക്കണ പോലെ അങ്ങനെ ഒരു ഫേസാണ് വരയ്ക്കാൻ വേണം. അപ്പോൾ നമ്മളെപ്പോഴും സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ തിരിഞ്ഞിരിക്കണേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണം ഞാനൊരു സർക്കിൾ വരച്ചേക്കണണ്ടില്ലേ ആ സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ആ സർക്കിൾ വരച്ചിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ തന്നെയാണ്. ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരച്ചു, അതാണ് ഐബ്രോസിൻ്റെ ലൈൻ. പിന്നെ അവിടെ നിന്ന് സെയിം ലെങ്ത്തിൽ മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു, അതാണ് ഹെയർ ലൈൻ. പിന്നെ ആ സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് ആ ലെങ്ത്തിൽ തന്നെ ഒരു ലൈൻ വരച്ചു, അതാണ് നോസിൻ്റെ ഭാഗം. പിന്നെ നോസിൽ നിന്ന് താഴത്തേക്ക് ചിന്നിക്ക് ആ ഐബ്രോൻ്റെ അവിടെ നിന്ന് നോസിക്കുള്ള ആ സെയിം ലെങ്ത്തിൽ നോസിൽ നിന്ന് ചിന്നിക്ക് വരയ്ക്കാം. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് ഇതുപോലെ
നമ്മൾ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഏത് ഡയറക്ഷനിലേക്കുള്ള ഫേസ് ആയാലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് ഒന്നും കൂടിയും കുറച്ചും കൂടിയും താഴത്തേക്ക് നന്നായിട്ട് താഴത്തേക്ക് നോക്കി നിൽക്കണം പോലെ ഒരു ഫേസ് വരച്ചെടുക്കാം. ഞാൻ ആദ്യം തന്നെ നേരത്തെ എല്ലാത്തിലും ചെയ്ത പോലെ സർക്കിൾ വരച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെറിയ സർക്കിൾ വരയ്ക്കുമല്ലോ, അത് നമ്മൾ എങ്ങോട്ടാണോ നന്നായി ചെരിഞ്ഞ് നിൽക്കണം അതിൻ്റെ ആ ഡയറക്ഷനിൽ വേണം വരയ്ക്കാൻ. താഴത്തേക്ക് നോക്കി നിൽക്കണ പോലെയാണ് വരയ്ക്കണത്. അപ്പം അതിനനുസരിച്ച് ആ സർക്കിളിൻ്റെ ഉള്ളിൽ ക്രോസ് ഇട്ടു. പിന്നെ അതിൽ നിന്ന് നേരിട്ട് ഞാൻ ലൈൻസ് വരച്ചെടുക്കുക. അപ്പോൾ നടുവിലുള്ള ലൈൻസ് കണ്ണിൻ്റെ ലൈൻ, പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ളത് ഹെയറിൻ്റെ ലൈൻ, പിന്നെ അതിൻ്റെ താഴത്തേക്കുള്ളത് നോസിൻ്റെ ലൈൻ. പിന്നെ നോസിൻ്റെ ലൈനിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ആ കണ്ണിൽ നിന്ന് നോസിക്കുള്ള സെയിം ലെങ്ത് എടുത്തിട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെയാണ് ചിന്നിൻ്റെ ലൈൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടേക്ക് ആ ചിന്നുമ്മയ്ക്ക് ഇതുപോലെ എക്സ്റ്റൻഷൻസ് നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് വരച്ചിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇത്രയുള്ള കാര്യം. ഇതുപോലെ നമുക്ക് ഏത് ഡയറക്ഷൻ താഴത്തേക്ക് നോക്കാം എന്തായാലും മുകളിലേക്ക് നോക്കാം എന്തായാലും അങ്ങനെ ഏത് വേണമെങ്കിലും ഇതുപോലത്തെ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് വരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ണും മൂക്കും വരച്ചെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ ഫേസിൻ്റെ ഷേപ്പ് ഇതുപോലെ 3D ഒരു എഫക്റ്റിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഒരെണ്ണം കൂടി ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൂമിസ് മെത്തേഡ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഇനി ഒരു ഫേസ് നോക്കി എങ്ങനെ വരയ്ക്കാമെന്നുള്ള സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഫേസാണ് വരയ്ക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡിന് ആദ്യം സർക്കിൾ വെച്ചു, പിന്നെ ചെറിയ സർക്കിൾ ആ ഒരു അതിൻ്റെ ഉള്ളിലുള്ള പ്ലസ് ഇട്ടുമല്ലോ അതും ഏത് ഡയറക്ഷനിലേക്കാണോ നോക്കേണ്ടത് ആ ഒരു ഡയറക്ഷനിൽ ഇതുപോലെ ഇടുക. പിന്നെ അതിൽ നിന്ന് കഴിഞ്ഞ് കണ്ണിൻ്റെ ലൈനും ഹെയറിൻ്റെ ലൈനും നോസിൻ്റെ ലൈനും പിന്നെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചിന്നിൻ്റെ ലൈനും ഒക്കെ മാർക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക വേണ്ടും. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫേസ്. ഇങ്ങനെ ഇന്നത്തെ പ്രാക്ടീസ് സെക്ഷൻ ഇത്രേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾ പല ഡയറക്ഷനിലേക്കുള്ള ഫേസുകൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് ഏത് ഫേസ് വേണമെങ്കിലും സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.